നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും മാങ്ങാക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി കാണിക്കാതെ വയ്യ അല്ലേ. നല്ല ചന്ദ്രക്കാരൻ മാങ്ങയുടെ മാമ്പഴപ്പുളിശ്ശേരിയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ കൽച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ രുചിയും മണവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയണ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കണം. വറുത്തിട്ടാൽ പിന്നെ ഇളക്കരുതെന്നാണ് പറയുക. ഇത് ഇതുപോലെ തന്നെ അടച്ചിരിക്കണം. അടച്ചിരുന്ന് ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കൂട്ടാനൊക്കെ ഇത് നല്ല സ്വാദാണ്. ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ കാച്ചിയ പപ്പടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കായം ചേനയും മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ ഈ വറുത്തിടുക ഒന്നും ചെയ്യാതെ വെറുതെ കായയും ചേനയും കൂടിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിച്ച് ഇങ്ങനെ നന്നായിട്ട് കുഴഞ്ഞിരിക്കണ പാകത്തിനുള്ള മെഴുക്കുവരട്ടിയും ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ഇത് നല്ല നാടൻ ചന്ദ്രക്കാരൻ മാമ്പഴമാണ്. അപ്പൊ ഈ കടുമാങ്ങ കണ്ണിമാങ്ങ ആവണ സമയത്ത് നമുക്ക് ഉപ്പിട്ടത് ഉണ്ടാക്കാൻ, അതായത് അച്ചാർ എന്ന് പറയുമല്ലോ, അത് ഉണ്ടാക്കാനും ഏറ്റവും ബെസ്റ്റ് ചന്ദ്രക്കാരൻ്റെയാണ്. കാരണം നല്ല ചുണയും അതിന്റെ നല്ല വാസനയായിരിക്കും. അതുപോലെ പഴുത്തു കഴിഞ്ഞാൽ അസാധ്യ മധുരമാണ്. മാമ്പഴക്കൂട്ടാനും ഏറ്റവും നല്ലത് ചന്ദ്രക്കാരൻ തന്നെയാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും നാടൻ മാമ്പഴം വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ചന്ദ്രക്കാരൻ ആയതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 15ഓളം മാമ്പഴം ഉണ്ടായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിന് ശരിക്കും നല്ല മധുരമാണുള്ളത്. എന്നാലും ഞാൻ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. അതായത് ഒരച്ച് ശർക്കര, ഒരു ചെറിയൊരു അച്ച് ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. മധുരം അത്രയ്ക്ക് വേണ്ടാത്തവർക്ക് ശരിക്കും ഈ ചന്ദ്രക്കാരൻ്റെ മധുരം മാത്രം മതിയാവും, വേറെ ശർക്കര ചേർക്കണം എന്നില്ല. 1 ഗ്ലാസ് അളവിൽ നല്ല പുളിയുള്ള മോര്, അതായത് തൈരല്ല, നമ്മൾ നല്ലോണം വെണ്ണ നീക്കിയിട്ടുള്ള മോര് തന്നെ വേണം എടുക്കാനായിട്ട്. പുളിയുള്ള മോരായിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മോരെടുത്ത് അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിലും കൂടി ഞാൻ വെള്ളം ചേർക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ മോര് വറ്റി വരുമ്പോഴേക്കും മാമ്പഴം വെന്തിട്ടില്ലെങ്കിൽ മാമ്പഴം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ വേവിക്കുമ്പോൾ വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്, മോര് പിരിയോ എന്നുള്ള ചോദ്യം. നല്ല പുളിയുള്ള മോര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തിളച്ച് കഴിഞ്ഞാൽ മോര് പിരിയില്ല. പുളിയില്ലാത്ത മോരാണെന്നുണ്ടെങ്കിലാണ് പിരിയുക. ആദ്യമേ തന്നെ ഇതുപോലെ എരിവും കുറച്ച് മധുരവും ആ ശർക്കരയുടെ അതുപോലെ മോരിൻ്റെ നല്ല പുളിയൊക്കെ മാങ്ങയിലേക്ക്, ഓരോ മാങ്ങയിലേക്കും നന്നായിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോഴാണ് ആ കഷ്ണത്തിലേക്ക് നന്നായിട്ട് യോജിച്ച് പിടിക്കുക. ഇത് നമുക്ക് വേവിക്കാം. അരയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ജീരകം നമ്മളിവിടെ പുളിശ്ശേരിയിൽ ചേർക്കാറില്ല. മോരൊഴിച്ച് കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് ജീരകം ചേർത്ത് അരയ്ക്കാറുണ്ട്. പുളിശ്ശേരി പ്രത്യേകിച്ച് ഈ മധുരമുള്ള പൈനാപ്പിളോ അല്ലെങ്കിൽ മാമ്പഴോ നേന്ത്രപ്പഴം അങ്ങനെയുള്ളത് മോരൊഴിച്ച് വെക്കണ പുളിശ്ശേരിയിൽ ജീരകം ചേർക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് തേങ്ങ അരയ്ക്കുന്നത്. പിന്നെ മോരൊഴിച്ചിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം മോരൊഴിച്ചിട്ടാണല്ലോ നമ്മൾ മാമ്പഴം വേവിക്കണത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഇത് അരച്ചെടുക്കുക. മാമ്പഴം നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചതും കൂടി ചേർക്കുക. തേങ്ങ ഒരുപാട് സമയം തിളപ്പിക്കരുത്. 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരിക എന്ന് പറയില്ലേ, അതുപോലെ പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാമ്പഴം വേവിക്കുമ്പോൾ നമ്മൾ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഉപ്പിൻ്റെ ഒരു പോരായ്ക തോന്നിയതുകൊണ്ട് ഞാൻ അവസാനം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി വറുത്തിടുകയും കൂടി വേണം. ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് ഇരുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് അത് എത്രത്തോളം കുറുകി അല്ലെങ്കിൽ എത്ര പാകമായി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ആ ചൂടിൽ നല്ലോണം ഒന്നും കൂടി കുറുകി കിട്ടും. അത് മാത്രമല്ല സ്വാദ് കൽച്ചട്ടിയിൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടി കൂടുകയും ചെയ്യും കേട്ടോ. കൽച്ചട്ടി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചക്കറിവേപ്പില ചേർത്തിട്ട് കറിവേപ്പിലേനെ ഒന്ന് മുക്കി തട്ടുക. അതായത് ഒരുപാട് നേരം പച്ചക്കറിവേപ്പില തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചൂടിൽ തന്നെ ആ കറിവേപ്പിലയുടെ വാസനയൊക്കെ നന്നായിട്ട് വന്നോളും. പച്ചക്കറിവേപ്പിലയും വേണം, വറുത്തിടുമ്പോൾ ഒരു തണ്ടും കൂടി വേണം കേട്ടോ. ഇനി വറുത്തിടുക എന്ന് പറഞ്ഞാൽ ശരിക്കും മാമ്പഴക്കൂട്ടാൻ്റെ സ്വാദ് വരുന്നത് ഈ വറവിലാണ്. കാരണം സാധാരണ എടുക്കണേക്കാളും ഉലുവ കുറച്ച് കൂടുതൽ എടുക്കാം. 1 ടീസ്പൂൺ കടുകും അതേ എടുത്ത കടുകിൻ്റെ അളവിൽ തന്നെ ഉലുവയും എടുക്കണം. ഉലുവയുടെ സ്വാദും വാസനയൊക്കെ നന്നായിട്ട് വരണം. വറ്റൽമുളകും കൂടി വറുത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയും നെയ്യും ഒരുപോലെ എടുക്കുക. അപ്പോൾ നമ്മൾ വറുത്തിടാൻ വേണ്ടി എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിലാണെന്നുണ്ടെങ്കിൽ അതിലൊരു 2 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും. നെയ്യിൽ മാത്രം വറുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നെയ്യിൻ്റെ കുത്തൽ വരും. പക്ഷെ നെയ്യിൻ്റെ സ്വാദ് വരുന്നതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ നെയ്യും വെളിച്ചെണ്ണയും പപ്പാതി എടുത്തിട്ട് അതിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് നോക്കുക. ഉലുവയ്ക്ക് പകരം നമ്മൾ കടുക് വറുത്തിട്ടതിന് ശേഷം ഒരു നുള്ള് ഉലുവാപ്പൊടി നെയ്യിൽ വറുത്ത് ചേർക്കണതും സ്വാദ് തന്നെയാണ്. ചന്ദ്രക്കാരൻ ചെറിയ നാട്ടുമാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് എടുത്തത്. ഇപ്പൊ വലിയ മാമ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂളായിട്ടും എടുക്കാം, കൂടെ തന്നെ മാങ്ങാണ്ടിയായിട്ടും ചേർക്കാം. അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് മാമ്പഴ കാളനല്ല, ഇത് മാമ്പഴ പുളിശ്ശേരിയാണ്.
മാമ്പഴത്തിന്റെ പല വെറൈറ്റികളുണ്ട്. പഴുത്ത മാങ്ങ കൂട്ടാനുണ്ട്, അതായത് മോരൊഴിച്ചാണ് ചെയ്യണത്. പഴുത്ത മാങ്ങ പച്ചടി ഉണ്ട്, പിന്നെ പഴുത്ത മാങ്ങ പെരക്ക് ഉണ്ടാക്കും. ഇത് കൂടാതെ മാമ്പഴക്കാളൻ എന്ന് പറഞ്ഞാൽ കുറുക്കിയിട്ട് കാളൻ പോലെ വേറെ ഉണ്ടാക്കും. പറ്റുന്ന പോലെ മാമ്പഴം തീരുന്നതിന് മുമ്പ് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ.